ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത ഒരു മുളയുടെ വർക്കിൻ്റെ ബാലൻസ് ആയിട്ട് വന്നിട്ടുള്ള മുളയാണിത്. അപ്പോൾ നല്ല നീളത്തിൽ കിടന്നൊരു മുളയാണ്. അപ്പോൾ നമ്മൾ മൂന്നാം കുറ്റി വെച്ചിട്ടാണ്, അതായത് വിഷ്ണുട്ടേൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇന്ന് ചാരുമുട്ടിലോട്ട് വന്നു. അപ്പോൾ ആ വലിയ മുളയിൽ നിന്ന് നമ്മൾ ഇതേപോലെ ആ മുട്ടം വരുന്ന ഭാഗത്ത് വെച്ചിട്ട് ഓരോരോ പീസായിട്ട് കട്ട് ചെയ്തുകൊണ്ടാണ് വന്നത്. പക്ഷെ നമുക്കിപ്പോൾ വർക്ക് ചെയ്യാൻ ഇത്രയും നീളത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ നീളം കുറച്ചായിട്ടൊന്ന് കുറച്ചെടുത്തു. അതിനുശേഷം നമ്മൾ ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടാണ് ബാക്കിയുള്ള പണി ചെയ്യാൻ പോകുന്നത്. നമ്മൾ വാങ്ങിച്ചിട്ടുള്ളതിനകത്ത് ഈ ഒരു ഷെയ്ഡ്സൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇതിനകത്തിലുള്ള ഷെയ്ഡ്സ് അല്ലാതെ നമുക്ക് വേറെ കുറേ നിറങ്ങളും കൂടി വേണം. അപ്പോൾ നമുക്ക് നിലവിലുള്ള ഒരു 6 കളറുണ്ട്, അത് വെച്ചിട്ട് ജോയിൻ ചെയ്തിട്ട് കളർ കൂട്ടിയെടുക്കാം. അപ്പോൾ ഫസ്റ്റിലെ തന്നെ ഈ കട്ട് ചെയ്തെടുത്ത മുളയ്ക്കകത്തോട്ട് ഞാൻ ബേസ് കോട്ടായിട്ട് ചെയ്യുന്നത് ബ്ലാക്ക് കളർ അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആക്രിലിക് പെയിൻറ്റിലൊക്കെ ആദ്യമായിട്ടാണ് നമ്മളൊരു വർക്ക് ചെയ്യുന്നത്. അപ്പോൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന മാത്രമല്ല, ഞാനേ ഫസ്റ്റ് ടൈമിൽ ആദ്യമായിട്ടാണ് ആക്രിലിക് പെയിൻറ്റൊക്കെ ചെയ്ത് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇതെനിക്ക് തോന്നി ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ കയ്യിൽ നഖമൊക്കെ കൊള്ളുന്ന ഭാഗം വെച്ചിട്ട് ഇങ്ങനെ ഇലിഞ്ഞു പോകുന്നു. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ക്ലോത്തിലൊക്കെ ആകുമ്പോൾ നന്നായിട്ട് ഇരിക്കുമായിരിക്കും. ഇതിപ്പോൾ ഈ മുളയുടെ സർഫസ് നല്ല സ്മൂത്തായിരുന്നല്ലോ, അപ്പോൾ ഇനി അതുകൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ. വെള്ളമൊന്നും അധികം ചേർത്തില്ല. ഒരു നിറവെടുത്ത് ബ്രഷ് കഴുകാൻ ഒരു ശകലം ബ്രഷൊന്ന് മുക്കിയെടുത്തു. അങ്ങനെ നമ്മൾ ആ ഒരു വാട്ടറിൻ്റെ കണ്ടൻറ്റ് അങ്ങനെ ആയതേ ഉള്ളൂ. അല്ലാതെ നമ്മൾ വെള്ളം മിക്സ് ചെയ്തിട്ടൊന്നും അല്ല അടിച്ചത്. പക്ഷെ എന്നാലും എന്തോ ഇളകി പോകുന്ന പോലെ തോന്നി. വലിയ കുഴപ്പമില്ല, ഓക്കെയാണ്. അപ്പോൾ അത് എല്ലാത്തിലും അപ്പോൾ ഒരു 4 മുളയാണ്, നമ്മൾ 4 മുളയുടെ പീസാണ് എടുത്തത്. അതിലെല്ലാം ബേസ് കോട്ടായിട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ബ്ലാക്ക് കളറാണ്. അതിന് ശേഷം ചെയ്യാൻ പോകുന്നത് അതിൽ ഒരു പീസ് മുള എടുത്തതിന് ശേഷം അതിനകത്തിലിട്ട് നമ്മൾ ഫ്ലവറിൻ്റെ ഡിസൈനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഫസ്റ്റ് വൈറ്റ് കളർ എടുത്തിട്ട് റൗണ്ട് കൊടുത്തു. അപ്പോൾ നമ്മൾ ബ്രഷായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ക്യൂടെക്സിൻ്റെയൊക്കെ പഴയ ക്യൂടെക്സിൻ്റെയൊക്കെ ആ ഒരു ബ്രഷ് ഇല്ലേ, അതിൻ്റെ അടപ്പിൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള നമ്മൾ അടിക്കുന്ന ആ ഒരു ബ്രഷ് ഭാഗം, അപ്പോൾ അതാണ് എടുത്തത്. അപ്പോൾ അതാകുമ്പോൾ എനിക്ക് കുറച്ചും കൂടി പിടിച്ചിങ്ങനെ ചെയ്യാമെന്ന് തോന്നി. അപ്പോൾ വേറെ പോയിൻ്റ് ബ്രഷൊക്കെ അങ്ങ് മൂന്നാം കുറ്റിയിലിരിക്കും. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതുകൊണ്ട് അതൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ തൽക്കാലം ആവശ്യത്തിന് ഇങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ വൈറ്റ് റൗണ്ട് കൊടുത്തതിന് ശേഷം അതിന് ചുറ്റും ഇതളുകളായിട്ട് കൊടുക്കുന്നത് ഒരു പിങ്ക് ഷെയ്ഡാണ്. അപ്പോൾ പിങ്ക് ഷെയ്ഡ് നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നോർമലി ചെയ്യുന്നത് പോലെ റെഡിനകത്ത് വൈറ്റ് മിക്സ് ചെയ്തിട്ട് ആ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് എടുത്തത്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഇതളുകൾ വരച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഇതളുകൾ വരച്ചെടുത്തതിന് ശേഷം അപ്പോൾ ആദ്യത്തെ നമ്മൾ ബാക്കിയുള്ള ഇതളുകൾ വരച്ച് വന്നപ്പോഴത്തേക്കിനും ആദ്യമേ വരച്ച് തുടങ്ങിയ ഇതളുകളും ആ ഒരു വൈറ്റ് കളറിലെ റൗണ്ടും ഒക്കെ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ശേഷം പിന്നെ ചെയ്യുന്നത് അതേപോലെ ഒറ്റ ഫ്ലവറല്ല നമ്മൾ കൊടുക്കുന്നത്. ആ മുളയിൽ അങ്ങും ഇങ്ങുമായിട്ടൊരു 4-5 ഫ്ലവറുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഫ്ലവേഴ്സൊക്കെ വരച്ച് കഴിഞ്ഞതിന് ശേഷം ആ വൈറ്റ് കളറിൻ്റെ നടുഭാഗത്തായിട്ട് വീണ്ടും ഒരു റെഡ് കളറിലെ റൗണ്ടും കൂടാണ് കൊടുത്തത്. പിന്നെ ആ ഒരു വൈറ്റിനെ കണക്ട് ചെയ്തുകൊണ്ട് പുറമേ ഇതേപോലെ ബ്ലാക്ക് കളറിലെ വരകളിങ്ങനെ ഓരോ ഇതിലും നേരെ ഇങ്ങനെ കൊടുത്തു. അത് ഫിനിഷ് ചെയ്ത് വെച്ചു. അപ്പോൾ ആ ഒരു മുളയുടെ വർക്ക് കഴിഞ്ഞു. അപ്പോൾ ഇതിന് നമ്മുടെ ദേവൻ തൊട്ടടുത്തൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കിനും അനിയനുണ്ട് ദേവനെ നോക്കാൻ. നമ്മൾ എന്തെങ്കിലും വർക്ക് പരിപാടിയൊക്കെ ചെയ്യുവാണെങ്കിൽ അവൻ നോക്കിക്കോളും. പിന്നെ അമ്മയുണ്ട്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ആശാനിങ്ങ് വരും. നമ്മളിവിടെ തന്നെ ഉണ്ട്. അവിടെ വന്ന് കൊട്ടും മേളമൊക്കെ ആയിരുന്നു. അപ്പം കുഴപ്പമില്ല. ഇവിടെ വരുമ്പോൾ കളിക്കാൻ കാശിയുണ്ട്, പാപ്പൻ്റെ മോനും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞ് ആശാൻ കൊട്ടൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ അടുത്ത മുള എടുത്തു. അടുത്ത മുളയ്ക്കകത്ത് വൈറ്റ് കളറിലെ ഫ്ലവർ കൊടുത്തിട്ട് സെൻറ്ററിൽ യെല്ലോ ഡോട്ടാണ് കൊടുത്തത്. പിന്നെ അതിനെ കണക്ട് ചെയ്ത് താഴോട്ട് ഒരു തണ്ട് പോലെ വരച്ചു. പിന്നെ അതിനെ ഇതളുകൾ ആ തണ്ടിൻ്റെ ഇല വരച്ചു. ഇലയ്ക്കുള്ളിൽ തന്നെ വീണ്ടും ലൈറ്റ് കളറിലെ പച്ചയാണ് കൊടുത്തത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേനും അത് ഫിനിഷ് ചെയ്തു. അത് 2 ഫ്ലവർ മാത്രമേ കൊടുത്തുള്ളൂ. അടുത്തൊരു മുള എടുത്തിട്ട് അതിനകത്തിൽ വൈറ്റ് കളറിലെ ഡോട്ട് ഇട്ടു. അതിനുശേഷം റെഡ് കളറിലെ ഇതളുകൾ കൊടുത്തു. അതൊരു നിരപ്പ് വരച്ചതിന് ശേഷം അതിന് തൊട്ട് താഴെയായിട്ട് വീണ്ടും വൈറ്റ് കളറിലെ ഡോട്ട് കൊടുത്തിട്ട് അതിന് ചുറ്റും വരച്ചത് യെല്ലോ കളറിലെ ഇതളാണ്. അപ്പോൾ 2 നിറത്തിലുള്ള പൂക്കളാണ് ഫസ്റ്റ് സെക്കൻഡ് ലെയറായിട്ട് താഴെ മണ്ടയ്ക്കായിട്ട് കൊടുത്തത്. പിന്നെ ഏറ്റവും താഴെ ഒരു ലീഫ് വരുന്നത് പോലെ ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഫിനിഷായി. അതിനുശേഷം അടുത്തത് കൊടുത്തത് സിമ്പിളായിട്ട് ചുമ്മാ കൈകൊണ്ടിങ്ങനെ യെല്ലോ കളറിലെ ഡോട്ടിട്ട് അതിന് ചുറ്റും ഇതേപോലെ റെഡ് കൊടുത്തു. പിന്നെ അതുകൊണ്ട് ഇങ്ങനെ കൈകൊണ്ടിങ്ങനെ പരത്തി ഒരു സൂര്യകാന്തിയുടെയൊക്കെ കൂട്ട് ഒരു ഡിസൈനാണ് ചെയ്തെടുത്തത്. അത് സിമ്പിളായിരുന്നു. അത് പെട്ടെന്ന് ചെയ്തിരുന്നു. അങ്ങനെ നമ്മൾ ഫൈനൽ 4 എണ്ണം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ പിന്നീട് ഇത് കാണുമ്പോൾ ഇത് മുളയാണെന്ന് നമുക്ക് തോന്നത്തില്ല. അതേപോലെ ഒരു അടിപൊളി ലുക്കായിരുന്നു. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഫ്ലവറൊക്കെ വെച്ച് സെറ്റ് ചെയ്തു. അപ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ അടിപൊളി ലുക്കാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഇതേപോലെ മുളയൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന അടിപൊളി ഐറ്റമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക.